പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു വൻകിട യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. ജോർദാനിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ അൽ അസ്രഖ് വ്യോമതാവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത്. ശത്രുവിന്റെ സൈനിക ശേഷിയുടെ നട്ടെല്ലൊടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ മിന്നലാക്രമണം നടത്തിയത്. അമേരിക്കയുടെ അഭിമാനമായ ലോകത്തിലെ ഏറ്റവും അത്യാധുനിക F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ റിപ്പയർ ഹാങ്കറും വിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന റാമ്പും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് IRGC വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പ്ലഷർ ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമതാവളത്തിലെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതായി ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. ഈ സംഭവം അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ 3 F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ പൂർണ്ണമായും തകർന്നതായും 3 ഗുരുതരമായി കേടുപാടുകൾ സംഭവിച്ചതായും IRGC തങ്ങളുടെ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാറുകളിൽ പെടാത്ത സാങ്കേതിക വിദ്യയുള്ള ഈ വിമാനങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടം അമേരിക്കൻ വ്യോമസേനയ്ക്ക് നികത്താനാകാത്ത ആഘാതമാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അടുത്തിടെ ഇറാനിലെ ഗേഷം ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഈ പ്രത്യാക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഗേഷം ദ്വീപിലെ സാധാരണക്കാർക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിൽ 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ദാരുണമായി കൊല്ലപ്പെടുകയും ഈ കൂട്ടക്കൊലയ്ക്ക് പകരമായാണ് അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചതെന്ന് IRGC കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സ്വന്തം പൗരന്മാരുടെ രക്തത്തിന് പകരം ചോദിക്കുന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ജോർദാനിലെ അൽ അസ്രഖ് താവളം ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചുയർന്നത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം മിഡിൽ ഈസ്റ്റിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിയെഴുതുന്ന ഒന്നാണ്. എന്നാൽ ഇറാന്റെ ഈ വൻ അവകാശവാദങ്ങളെ കുറിച്ച് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വാർത്താ ഏജൻസികളോ അന്താരാഷ്ട്ര സൈനിക നിരീക്ഷണ ഗ്രൂപ്പുകളോ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നാശനഷ്ടങ്ങൾ ശരിവച്ചിട്ടില്ല. അതിനാൽ തന്നെ സൈനിക വൃത്തങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ വീക്ഷിക്കുന്നത്. അതേസമയം സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണോ ജോർദാൻ ഭരണകൂടമോ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കൻ വിമാനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അതോ മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞുവോ എന്ന കാര്യത്തിൽ വാഷിംഗ്ടൺ പുലർത്തുന്ന മൗനം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജോർദാനിലെ അൽ അസ്രഖ് വ്യോമതാവളം. അവിടെ സൂക്ഷിച്ചിരുന്ന F-35 വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്നത് സത്യമാണെങ്കിൽ അത് അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ നിലനിൽപ്പിനും മേഖലയിലെ പ്രതിരോധ കവചത്തിനും മേലെടുത്ത കനത്ത പ്രഹരമായി മാറും. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം. പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പോരാടുന്നതിന് പകരം സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചത് മേഖലയിൽ വൻകിട യുദ്ധത്തിന്റെ ഭീതി പടർത്തുന്നു. തങ്ങളുടെ പൗരന്മാരും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ടെഹ്റാൻ നൽകുന്നത്. മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും IRGC നൽകുന്നുണ്ട്. ദ്വീപിലെ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ട സംഭവം ഇറാനിൽ വലിയ രീതിയിലുള്ള ജനരോഷത്തിന് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ സൈന്യത്തിനു മേൽ പെട്ടെന്ന് തിരിച്ചടിക്കാൻ വലിയ സമ്മർദ്ദവും ഉണ്ടായി. ജനവികാരം തണുപ്പിക്കുന്നതിനും സ്വന്തം പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതിനുമാണ് ഇറാൻ അടിയന്തരമായി ഈ ആക്രമണം നടത്തിയത്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ കൊടുമുടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന F-35 വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടെ ആഗോള ആയുധ വിപണിയിലും ഇത് വലിയ ചർച്ചയായി. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ താവളത്തിനുള്ളിൽ തകർക്കപ്പെട്ടു എന്നത് അമേരിക്കൻ സൈനിക തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കർശനമായ സൈനിക തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് വാഷിംഗ്ടൺ നേരത്തെ വ്യക്തമാക്കിയതാണ്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ സംഘർഷം ആഗോള സാമ്പത്തിക രംഗത്തെയും ക്രൂഡ് ഓയിൽ വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഹോർമുസ് കടലിടുക്കും സമീപ പ്രദേശങ്ങളും വീണ്ടും സംഘർഷഭരിതമാകുന്നതോടെ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതവും തടസ്സപ്പെടാൻ സാധ്യതയേറെയാണ്.
നിഷ്പക്ഷ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും സംഭവസ്ഥലത്തെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇറാന്റെ അവകാശവാദം പൂർണ്ണമായും ശരിയാണോ അതോ യുദ്ധസമയത്തെ പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നത് പെന്റഗണിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പോ ഉപഗ്രഹ ദൃശ്യങ്ങളോ പുറത്തുവരുന്നതോടെ മാത്രമേ പൂർണ്ണമായി വ്യക്തമാവൂ.